ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് നല്ല നാടൻ ഡക്ക് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത്ര ഡക്ക് എടുത്ത് നല്ല വൃത്തിയായി കഴുകി അത് ഒന്ന് വേവിക്കാനായിട്ട് കുക്കറിലിടാം കേട്ടോ. ഞാൻ കുക്കറിൽ ഇടുന്നതിന് മുന്നായിട്ട് അതിലേക്ക് മസാലയും സാധനങ്ങളൊന്നും ഞാൻ ഇപ്പോൾ കുക്കറിലിടുന്ന സമയത്ത് ആഡ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം. ഇപ്പം നമുക്കിതിലേക്ക് ഇഞ്ചി, പച്ചമുളകും, വേപ്പില, പിന്നെ വേണ്ട ഉപ്പ്. ഞാനിവിടെ കല്ലുപ്പാട്ടോ ഉപയോഗിക്കുന്നത്. കല്ലുപ്പാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ഞാനിതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിക്ക് മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നിങ്ങൾക്കതൊരു 30 മിനിറ്റ് കുറച്ച് നേരം വെക്കാം. 30 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് അത് വേവിക്കാൻ എടുക്കാം കേട്ടോ. ഇതേ ഇപ്പോൾ കുറച്ച് നേരം വെച്ച് സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് അത് കുക്കറിൽ അടച്ച് ഗ്യാസിൽ വെക്കാം കേട്ടോ. ഞാനിത് നോർമലി ഒരു 5 വിസിലടിച്ചിട്ട് പിന്നെ കുറച്ച് നേരം സിമ്മിലിട്ട് വേവിക്കില്ല കേട്ടോ പതിവ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. പിന്നെ അതിന് ശേഷം നമുക്ക് കറി ആക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ, സവാള, ചുവന്നുള്ളി, വെളുത്തുള്ളി, പിന്നെ നിങ്ങൾ എരിവ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി കുക്കറിൽ പച്ചമുളക് ആഡ് ചെയ്തുകൊണ്ട് മസാലയിൽ സെപ്പറേറ്റ് പച്ചമുളക് ഇടുന്നില്ല. ഇപ്പോഴത്തെ ഇത് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളർ മാറി. നമുക്ക് അതിൽ പൊടികൾ ആഡ് ചെയ്യാട്ടോ. ഞാനിവിടെ എടുക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വറുത്തരച്ച മല്ലിപ്പൊടി ആട്ടോ. ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. സോ അത്ര മസാലയാണ് ഞാൻ ഇടുന്നത്. അതിന് ശേഷം നമുക്ക് കുറച്ച് തക്കാളി ചെയ്ത് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജ്യൂസായിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ കട്ട് ചെയ്ത് തക്കാളി ഇടണേ. തക്കാളി ആയതിന് ശേഷം നമുക്കിത് നമ്മുടെ വേവിച്ച് വെച്ച ഡക്ക് ഇടാം. അതിന് ശേഷം ഒന്ന് സെറ്റായതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. അപ്പോൾ ഇത്രയുള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള ഡക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.